ജിതിൻ, മലയാളി ജിതിൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജിതിൻ ആ സാഹചര്യങ്ങൾ കൂടി പറയും. ജിതിൻ, നിലവിൽ ഈ വെടിനിർത്തൽ പ്രഖ്യാപനം ഒരു പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് ഉണ്ടായിട്ടില്ല. പ്രധാനപ്പെട്ട ഇസ്രയേലി നഗരങ്ങളിൽ ഇപ്പോഴും സൈറൻ മുഴങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഞങ്ങൾക്ക് ലഭ്യമാവുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. സംഭവിക്കുന്നത് അങ്ങനെയാണോ? ആ തരത്തിൽ കഴിഞ്ഞ ദിവസത്തെ ഒരു കാഴ്ചയാണോ ഇപ്പോഴും നടക്കുന്നത് ഇവിടെ? അതെ അതെ, അങ്ങനെ തന്നെയാണ്. വെടിനിർത്തലിനെ കുറിച്ച് നമ്മളും രാവിലെ ന്യൂസിലൊക്കെ കണ്ടിരുന്നു. പക്ഷേ രാവിലെ ഇവിടുത്തെ സമയം 5 മണി മുതൽ ഇവിടെ നമുക്ക് സൈറൻ മുഴങ്ങാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഏരിയയിലേക്ക് എനിക്ക് ഫോണിലുള്ള അലേർട്ട് മാത്രമേ വന്നുള്ളൂ, അല്ലാതെ മിസൈലുകളൊന്നും വന്നിട്ടില്ല. പക്ഷെ ഫോണിൽ അലേർട്ട് ആണെങ്കിലും ഒരു 4 ഇന്ന് എനിക്ക് വന്നു. ഓക്കെ, അത് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ സംഘർഷത്തിന് ശേഷം നേരിയ ഒരു അയവുണ്ടായിരുന്നോ? ഇത്തരം അലർട്ടുകൾ ഇല്ലാതെ ഒരു പൊതുവിൽ സമാധാനപരമായി പോവുകയായിരുന്നു? അതെ, തീർത്തുമില്ല എന്ന് പറയാൻ പറ്റില്ല. ഇന്നലെയും അലേർട്ട് ഉണ്ടായിരുന്നു, എങ്കിലും കുറവുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ ഡയറക്റ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് ഇപ്പോൾ കുറേ ദിവസമായല്ലോ ജിതിൻ ഇങ്ങനെ ഈ സംഘർഷ സാഹചര്യം. മലയാളികളൊക്കെ മടങ്ങിപ്പോരാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? അതിനുള്ള സംവിധാനങ്ങളുണ്ടോ? അങ്ങനെ എന്താണ് നിങ്ങൾക്കിടയിൽ, അവിടുത്തെ മലയാളി കൂട്ടായ്മകൾക്കിടയിൽ ഒരു പൊതുവികാരം? അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. എംബസി രജിസ്റ്റർ ചെയ്തിട്ട് ജോർദാൻ വഴി വരാമെന്ന് പറയുന്നു. പക്ഷെ ഞങ്ങളാരും തന്നെ മടങ്ങി വരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇവിടെ സേഫ് ആണ്. ഇപ്പൊ അത്ര അത്യാവശ്യമായിട്ട് മടങ്ങി വരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്കും പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ, ഇപ്പോൾ നിലവിൽ അവിടുത്തെ ഒരു പൊതു ജീവിതം എങ്ങനെയാണ്? നിങ്ങൾക്ക് സാധാരണ നിലയിലാണോ? ജോലിക്കൊക്കെ പോകാൻ പറ്റുന്നുണ്ടോ? കടകളൊക്കെ തുറക്കുന്നുണ്ടോ? നിങ്ങൾ ആഹാര സാധനങ്ങളൊക്കെ കൂടുതലായി വാങ്ങി വെക്കുന്നു, അങ്ങനെയൊക്കെ റിപ്പോർട്ടുകൾ ഇന്നലെ കേട്ടിരുന്നു. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? കടകളൊക്കെ തുറക്കുന്നുണ്ട്, കടയൊന്നും തുറക്കാതിരിക്കുന്നില്ല. പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് എല്ലാം തന്നെ ഉണ്ട്. പക്ഷേ ഓഫീസുകൾക്കൊക്കെ അവധിയുണ്ട്. ഓക്കെ, സ്കൂളുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ? സ്കൂളുകൾ പ്രവർത്തിക്കുന്നില്ല, അവധിയാണ്. ഓക്കെ, ഇത് എത്ര ദിവസമായി ഇപ്പോഴത്തെ ഈ സാഹചര്യം എത്ര ദിവസമായി ഉണ്ടായിട്ട്? ഇതിപ്പോ 2ാമത്തെ ആഴ്ചയാണ്. ഓക്കെ, 2ാമത്തെ ആഴ്ച അതാണല്ലേ. എന്തായാലും പൊതുവിൽ അവിടുത്തെ ഒരു സെക്യൂരിറ്റി സംവിധാനത്തിൽ നിങ്ങൾ തൃപ്തരാണ്? കാരണം ആ തരത്തിലൊരു പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് തന്നെ അറിയാം അല്ലേ? തീർച്ചയായിട്ടും ആ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇല്ലെങ്കിൽ അവർ അയക്കുന്ന മിസൈലുകൾ വന്ന് ഹിറ്റ് ആകുമ്പോൾ തന്നെ ഇത്രയൊന്നും അല്ല കാഷ്വാലിറ്റി ഉണ്ടാകുന്നത്. ഇന്നാണെങ്കിൽ ഇറാൻ അയച്ചിരിക്കുന്നത് സർജിൽ മിസൈലുകളായിരിക്കണം. കാരണം ഏകദേശം ഇസ്രായേൽ 1600 കിലോമീറ്ററോളം ബൈ എയർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഈ ബേർഷേവയിലൊക്കെ വന്ന് ഹിറ്റ് ആവണമെങ്കിൽ അതൊരു 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ ആയിരിക്കണം. അത്തരത്തിൽ ഇറാന്റെ ഉള്ള മിസൈൽ എന്ന് പറഞ്ഞാൽ സർജിൽ മിസൈലുകളാണ്. അതൊക്കെ വന്ന് ഹിറ്റ് ആയാൽ ഈ ഒരു കാഷ്വാലിറ്റി അല്ല ഉണ്ടാവേണ്ടത്. ഈ സാധാരണ ഈ ജനവാസ മേഖലയിലേക്ക് ഇതുണ്ടായിരുന്നല്ലോ, കെട്ടിടങ്ങളുടെ മുകളിലൊക്കെ വന്ന് പതിച്ച് കെട്ടിടങ്ങൾ തകരുന്ന ദൃശ്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ നമ്മുടെ മലയാളികൾ കൂട്ടത്തോട് താമസിക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? മലയാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എല്ലാവരും തന്നെ നമുക്ക് മുൻപ് തന്നെ ഈ അലാറം ലഭിക്കുന്നതുകൊണ്ട് ബങ്കറിലോട്ട് മാറുന്നതുകൊണ്ട് എല്ലാവരും സുരക്ഷിതരാണ്. ഓക്കെ ഓക്കെ ഓക്കെ, എന്തായാലും നിങ്ങൾ ഇത് ഇക്വിപ്ഡ് ആയി കഴിഞ്ഞല്ലേ? കുറെ നാളുകളായി ഇതിനോട് ശീലിച്ചു കഴിഞ്ഞല്ലേ? അതെ, ഇതിനോട് ശീലിച്ചു കഴിഞ്ഞു. മറ്റ് പ്രായമുള്ളവരൊക്കെ ഉണ്ടല്ലോ, മലയാളികളടക്കം പ്രായമുള്ളവരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊന്നും മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല അല്ലേ? ഇല്ല, ആർക്കും തന്നെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല. എല്ലാവരും സേഫ് ആണ്. നാട്ടിൽ നിന്നുള്ള ആശങ്ക അറിയിച്ചുള്ള കോളുകൾ ഇപ്പോഴും ലഭ്യമാവുന്നുണ്ടോ? ഒരുപാട് കോളുകൾ ലഭ്യമാവുന്നുണ്ട് നാട്ടിൽ നിന്ന്. എല്ലാവരോടും നമ്മൾ പറയുന്നുണ്ട് ഇവിടെ സേഫ് ആണ്, പേടിക്കേണ്ട എന്ന്. വളരെ നന്ദി ജിതിൻ, എന്തായാലും സുരക്ഷിതനായിരിക്കും. ഒരു കാര്യം പറഞ്ഞോട്ടെ? തീർച്ചയായിട്ടും. ഓക്കെ, കഴിഞ്ഞ 2-3 ദിവസം ഞാൻ നമ്മുടെ ചാനലിൽ വന്ന് ഇസ്രായേലിലെ കാര്യങ്ങൾ പറഞ്ഞ് പ്രതികരിച്ചിട്ടുണ്ട്. അതിന്റെ താഴേക്ക് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒരുപാട് മോശം കമന്റുകൾ ഞാൻ കാണാനിടയായി. അപ്പൊ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഞാൻ ഇസ്രായേലിന്റെ കൂടെ, അല്ലെങ്കിൽ ഞങ്ങൾ ഇസ്രായേലിന്റെ കൂടെ തന്നെ നിൽക്കും. കാരണം ഇന്ത്യയുടെ എല്ലാ ഘട്ടത്തിലും, എല്ലാ മോശം സാഹചര്യത്തിലും ഇന്ത്യയെ സഹായിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഇപ്പൊ നമുക്കറിയാം, 99-ലെ കാർഗിൽ യുദ്ധത്തിലാണെങ്കിലും, ഈ അടുത്ത് ഗാൽവാൻ ചൈനയും ഇന്ത്യയും തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോഴാണെങ്കിലും ഇന്ത്യയോട് യുദ്ധം ചെയ്യുന്നവർ ഞങ്ങളോടും കൂടി യുദ്ധം ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞ ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ ഒപ്പം നിൽക്കേണ്ടത് നമ്മുടെ കടമയാണ്, നിൽക്കുകയും ചെയ്യും. 99-ലും ഇന്ത്യയെ സഹായിച്ച ഒരേ രാജ്യം ഇസ്രായേലാണ്. അതുകൊണ്ട് തന്നെ അതാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. ഇതിനടിയിൽ വന്ന് ഈ കമന്റുകളൊക്കെ ഇടുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഇസ്രായേലിന് തന്നെയായിരിക്കും സപ്പോർട്ട്. അത് തന്നെയാണ്. നിങ്ങൾ ഇത് പൊതുവിൽ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? ഇത്തരത്തിൽ മോശം കമൻറ്റുകൾ അല്ലാതെയും നേരിടേണ്ടി വരുന്നുണ്ടോ? കുടുംബങ്ങളിലൊക്കെ അത്തരം കമൻറ്റുകളൊക്കെ നേരിടേണ്ടി വരുന്നവരുണ്ടോ? കുടുംബത്തിരിക്കുന്നവരെ പറയുന്നൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ആ കമന്റുകളോടൊന്നും പ്രതികരിക്കാൻ നിൽക്കുന്നില്ല. ഞാൻ പൊതുവായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. കാരണം എന്തിനാണ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം ഇതാണ്.
എന്റെ രാജ്യത്തെ സഹായിച്ച രാജ്യം എന്നും ഇന്ത്യയുടെ ഉറ്റ സുഹൃത്ത് അയാളുടെ രാജ്യമാണ് ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ എന്റെ സപ്പോർട്ട് ഇസ്രായേലിനായിരിക്കും. അതിന് വ്യക്തമായ കാരണങ്ങളും ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ എന്താണ് കാരണമുള്ളത്? എപ്പോഴും ഇന്ത്യക്കെതിരെ നിൽക്കുന്ന ഒരു രാജ്യമാണ്. സൗഹൃദ രാജ്യം തന്നെയാണ്, പക്ഷെ പലപ്പോഴും UN-ലൊക്കെ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ഇന്ത്യക്കെതിരെ രേഖപ്പെടുത്തിയിട്ടുള്ള രാജ്യമാണ് ഇറാൻ. പക്ഷെ ഇസ്രായേൽ ഒരിക്കലും അങ്ങനെയല്ല. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ്. നിങ്ങൾ പലപ്പോഴും ഇസ്രായേലിൽ നിന്ന് സംസാരിക്കുന്ന മലയാളികൾക്ക്, ജിതിനടക്കമുള്ള മലയാളികൾ, ഞങ്ങളിപ്പം അവിടുത്തെ ആശങ്കപ്പെടുന്ന സാഹചര്യം വന്നപ്പോൾ എല്ലാവരും ഞങ്ങളും ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, അവരെല്ലാവരും പറയുന്ന ഒരു കാര്യം, ഞങ്ങളുടെ രാജ്യം നൽകുന്ന സുരക്ഷിതത്വത്തിൽ പൂർണ്ണ തൃപ്തരാണ്, ഞങ്ങൾക്കാർക്കും മടങ്ങി വരണം എന്നില്ല എന്നൊരു പൊതുവികാരമാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്? അവിടെ ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ടോ? ആ ഒരു പ്രൊട്ടക്ഷൻ തീർച്ചയായിട്ടും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അത് നമുക്കിവിടെ വന്ന് അനുഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഇവർക്ക് ഇസ്രായേലികൾക്ക് പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യക്കാരോട് ഒരു പ്രത്യേകിച്ച് ഒരു സ്നേഹമുണ്ട്. അതുപോലെ തന്നെ ഈ രാജ്യം നമുക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്, അലാറം വരുന്നുണ്ട്. നമ്മൾ അതിന് മാത്രം പാനിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇവിടെ യുദ്ധം നടക്കുന്നുണ്ട്. സത്യത്തില് എന്താ പറയാ, അവര് ഒരുപാട് മിസൈലുകൾ അയക്കുന്നുണ്ടെങ്കിൽ അതിൽ വളരെ കുറച്ച് മാത്രമാണ് ഇവിടെ എവിടെയെങ്കിലും ഹിറ്റ് ആകുക. ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ടെഹ്റാനിൽ ഇസ്രായേൽ തിരിച്ചടിക്കുന്നതിന്റെ ഒരു അംശം പോലും ഇവിടെ സംഭവിക്കുന്നില്ല. ഓക്കെ, എന്തായാലും സുരക്ഷിതനായിരിക്കും ജിതിനടക്കം എല്ലാവരും, നാട്ടിലുള്ളവർക്കും ആ സന്ദേശം ഉണ്ടാവട്ടെ. എന്തായാലും നിങ്ങൾ സുരക്ഷിതരായിരിക്കുന്നു. ലോകത്ത് സമാധാനം ഉണ്ടാവട്ടെ, അതിനെയാണ് നമ്മുടെ ലക്ഷ്യം. മലയാളികൾ എവിടെ, ഇന്ത്യക്കാർ എവിടെ ഉണ്ടെങ്കിലും അവരെല്ലാം സുരക്ഷിതരായിരിക്കട്ടെ. പൊതുവിൽ സംഘർഷങ്ങളില്ലാത്ത ഒരു വലിയ ലോകക്രമം ക്രിയേറ്റ് ചെയ്യപ്പെടട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. എന്തായാലും ജിതിൻ, വളരെ നന്ദി സഹകരിച്ചതിന്, സംസാരിച്ചതിന്. ഇനിയും ബന്ധപ്പെടാം ആശങ്കപ്പെടുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ. ഓക്കെ ജിതിൻ.